മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. എറണാകുളം ചേന്നമംഗലത്ത് സ്ഥാനാർത്ഥിക്ക് കുത്തേറ്റു എന്നൊരു വാർത്തയാണ് വരുന്നത്. ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ സ്ഥാനാർത്ഥിക്കാണ് ഇത്തരത്തിൽ കുത്തേറ്റിരിക്കുന്നത്. ഫസൽ റഹ്മാനാണ് കുത്തേറ്റത്. സംഭവത്തിൽ വടക്കേക്കര സ്വദേശി മനോജിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൽ ഒരു വ്യവസായം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. മനോജ് ഇന്നലെ ഫസലിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. പ്രദേശത്തുണ്ടായിരുന്ന മരം ഫസൽ മുറിച്ചു മാറ്റുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പോസ്റ്റ്. ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. തുടർന്ന് മനോജ് ഫസലിന്റെ പുറത്ത് കുത്തുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. 3 കുത്തേറ്റ ഫസലിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഫസൽ നിലവിൽ പഞ്ചായത്ത് അംഗവും CPIM ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്നു. സീറ്റ് നൽകാത്തതിനെ തുടർന്നാണ് ഇയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത്. CPIM ഫസലിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കുകയുണ്ടായിരുന്നു. എറണാകുളം ചേന്നമംഗലത്താണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിക്ക് കുത്തേറ്റിരിക്കുന്നത്. ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഫസൽ റഹ്മാനാണ് കുത്തേറ്റിരിക്കുന്നത്. സംഭവത്തിൽ വടക്കേക്കര സ്വദേശി മനോജിനെ അറസ്റ്റ് ചെയ്തു. ചേന്നമംഗലത്താണ് സ്ഥാനാർത്ഥിക്ക് കുത്തേറ്റിരിക്കുന്നത്. ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഫസൽ റഹ്മാനാണ് കുത്തേറ്റത്. സംഭവത്തിൽ വടക്കേക്കര സ്വദേശി മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഞ്ചായത്തിൽ ഒരു വ്യവസായം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ ഫസലിനെതിരെ മനോജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. പ്രദേശത്തുണ്ടായിരുന്ന മരം ഫസൽ മുറിച്ചു മാറ്റുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. തുടർന്ന് മനോജ് ഫസലിന്റെ പുറത്ത് കുത്തുകയായിരുന്നു. 3 കുത്തേറ്റ ഫസലിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഫസൽ നിലവിൽ പഞ്ചായത്ത് അംഗവും CPIM ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്നു. സീറ്റ് നൽകാത്തതിനെ തുടർന്നാണ് ഇയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. CPIM ഫസലിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഫസൽ റഹ്മാനാണ് കുത്തേറ്റത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ വടക്കേക്കര സ്വദേശി മനോജിനെ അറസ്റ്റ് ചെയ്തു.